ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദക്ഷിണേന്ത്യ സഭയായി ഇന്ന് നാം എടുത്തിരിക്കുന്ന ചിന്താവിഷയം വിശുദ്ധ സംസർഗം എന്ന കൂദാശ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെ, ലേഖന ഭാഗമായി 1 കൊരിന്ത്യർ 10-ാം അധ്യായം 14 മുതൽ 22 വരെ, സുവിശേഷമായി ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളാണ്. 1547 ക്രമർ കമ്മ്യൂണിയൻ്റെ ക്രമമനുസരിച്ച് പട്ടക്കാരൻ അപ്പവീഞ്ഞുകൾ വാഴ്ത്തി കൈക്കൊണ്ട ശേഷം ജനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഉപയോഗിക്കുന്ന പദമായിരുന്നു വിശുദ്ധ സംസർഗം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 16 മുതൽ 17 വരെ പരിശോധിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന പദം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ എന്നാണ്. ഇതർത്ഥമാക്കുന്നത് നാം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ നാം കർത്താവിനോടൊപ്പം തമ്മിൽ കൂട്ടായ്മ ആചരിക്കുന്നു എന്നതാണ്. ഒന്നാമതായി വിശുദ്ധ സംസർഗം ഒരുമയുടെ പങ്കിടലാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെ പരിശോധിക്കുമ്പോൾ പെസഹയുടെ നടപടിക്രമങ്ങളാണ് നാം ഇവിടെ കാണുക. ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്, ആ ഒരുമയുടെ പങ്കിടലിനെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. തുല്യവും സമാനതകളില്ലാത്തതുമായ പങ്കിടൽ, പുറപ്പാട് 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. രണ്ടാമതായി ഇതൊരു ഒരുക്കത്തിൻ്റെ പങ്കിടലാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇവിടെ ഒരു വിമോചന യാത്രയ്ക്ക് പുറപ്പെടുന്ന ഒരുക്കത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എങ്കിലും ഇവിടെ ഈ ഒരു യാത്രയ്ക്ക് നാം പുറപ്പെടുമ്പോൾ നമ്മെ പരിശോധന വിധേയമാക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ കഴുകപ്പെടുക എന്ന ഒരു ഒരുക്കത്തെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 17 വരെ നാം പരിശോധിക്കുമ്പോൾ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും വിശുദ്ധിയിലേക്കുള്ള കർത്താവായ യേശുക്രിസ്തുവിലൂടെ മുദ്രയിടപ്പെടുക എന്നതും ഈ ഒരു ഒരുക്കത്തിൻ്റെ പുറപ്പെടലായി നമുക്കിവിടെ കാണാം. രണ്ടാമതായി വിശുദ്ധ സംസർഗം ആത്മപരിശോധനയുടെ ഇടമാണ്. പെസഹ പെരുന്നാളിൻ്റെ ഒരുക്കത്തെക്കുറിച്ചാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 20 വരെ കാണുക. വിശുദ്ധ സംസർഗം അർത്ഥപൂർണമാകുന്നത് നാം സ്വയത്തെ ഒരുക്കുന്നതിലൂടെയാണ്. നാം സ്വയത്തെ ഒരുക്കുന്ന വേദിയായി നാം മാറ്റപ്പെടുമ്പോഴാണ് നമ്മിൽ വിശുദ്ധ സംസർഗം നമ്മിൽ പുനർജീവനം ചെയ്യുന്നത്. ഒരുപക്ഷെ നാം ഒരുക്കപ്പെടുന്ന വേദിയായി നമ്മുടെ ജീവിതത്തെ നാം സ്വയം മാറ്റുന്നില്ല എങ്കിൽ നാം സ്വീകരിക്കുന്ന വിശുദ്ധ സംസർഗം നിർജീവമായി തീരുകയുള്ളൂ. അപ്രകാരം ക്രിസ്തു എപ്രകാരമാണോ അവിടെ ശിഷ്യ സമൂഹത്തിന് വേണ്ടി പെസഹ വിരുന്ന് ഒരുക്കിയത്, അപ്രകാരം നാം പൂർണ്ണമായ ഒരുക്കത്തോടെ ആത്മപരിശോധനയോടെ വേണം നാം വിശുദ്ധ സംസർഗത്തെ നാം സ്വീകരിക്കുക. രണ്ടാമത്തെ ഭാഗമായി വിഭജിക്കപ്പെടലിൻ്റെ ഒരിടമായിട്ട് വിശുദ്ധ സംസർഗത്തെ നമുക്ക് കൂടെ കാണാം. 18 മുതൽ 20 വരെയുള്ള ഭാഗം, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി വിഭജിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ രക്തത്താലും ശരീരത്താലും നമുക്കവിടെ വിഭജിക്കപ്പെടുകയാണ്. ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത് നാം പാപത്തിൽ നിന്ന് വിഭജിക്കപ്പെടുവാൻ ഉള്ള ഒരു ആഹ്വാനം കൂടിയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ സംസർഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നാം സ്വയത്തെ നാം മാറ്റുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം സ്വീകരിക്കുന്ന വിശുദ്ധ സംസർഗം നിർജീവമത്രേ. മൂന്നാമത്തെ ഭാഗം, വിശുദ്ധ സംസർഗം ഒന്നായി തീർക്കുന്ന ഒരിടമാണ്. പലരായ നാം നമ്മെ ഒന്നാക്കി തീർക്കുന്ന ഒരു വിശുദ്ധ സംസർഗത്തിലൂടെയാണ്. ഇവിടെ മാനുഷികമായ പ്രവൃത്തിയുടെ താല്പര്യങ്ങളുടെ ഫലമായി നാം പലയിടങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അതിന് ഫലമായി ആ അകന്നു പോയ അനുഭവത്തിൽ നിന്നും ഒരു പുനർജീവനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് വിശുദ്ധ സംസർഗത്തിൻ്റെ ഒരുമയോടുകൂടിയുള്ള കൂട്ടായ്മയിലൂടെയാണ്. രണ്ടാമത്തെ ഭാഗം അതിൽ തന്നെ മേശമേൽ നാം ഒരു അപ്പമായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നാം സ്വയത്തെ അവിടെ ആത്മപരിശോധന ചെയ്യുമ്പോൾ, ആത്മപരിശോധനയ്ക്കായി നമ്മെ തന്നെ സ്വയം വിധേയപ്പെടുത്തുമ്പോൾ കർത്താവ് അങ്ങ് കാൽവരി കുരിശിൽ ഒരുക്കി തന്ന മേശമേലുള്ള അപ്പമായി സ്വയം തീർന്നത് പോലെ നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ വിശ്വാസം കൊണ്ടും നമ്മുടെ സാക്ഷ്യം കൊണ്ടും നമ്മുടെ രൂപാന്തരം കൊണ്ടും നമ്മുടെ ഒരുക്കം കൊണ്ടും നമുക്കൊരു അപ്പമായി തീരുവാൻ
നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്രകാരമായി തീരുവാൻ സർവ്വശക്തനായ ദൈവം നിങ്ങളേവരും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വശക്തനായ കർത്താവേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു മനോഹരമായ ദിവസത്തിൽ ഒരുമിച്ചായിരിക്കാനും ധ്യാനിപ്പാനും ഒക്കെ നീ ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്ക് നന്ദി പറയട്ടെ. കർത്താവെ, അങ്ങയുടെ കേട്ട വചനം പോലെ വിശുദ്ധ സംസർഗം ഒരുമയോടെ ഒരുമനമായി സ്വീകരിപ്പാൻ, അത് യഥാർത്ഥമായി സ്വീകരിപ്പാൻ, അർത്ഥസമ്പൂർണമായി സ്വീകരിപ്പാൻ അടിയങ്ങളെ നീ ഒരുക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മേശമേൽ അപ്പമായി തീർന്നതുപോലെ ഞങ്ങളും അങ്ങയുടെ മേശയിൽ അപ്പമായി തീരുവാൻ ത്യാഗത്തിലൂടെ, വിശുദ്ധിയിലൂടെ, പരിവർത്തനത്തിലൂടെ, കൂട്ടായ്മയിലൂടെ ഒക്കെ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ മേശയ്ക്ക് അപ്പമായി തീരുവാൻ ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമേ. സകലവും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ.